Stay tuned to Kids Corner and set free from all tensions and worries. എന്താ നിങ്ങളെ പള്ളിയിലെ വാതിൽ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ? നീ അറിഞ്ഞില്ലേ, മാർപ്പാപ്പ ഈ വർഷം കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അതിന് വാതിൽ എന്തിനാ ഡെക്കറേറ്റ് ചെയ്യണേ? അതാണ് കരുണയുടെ വാതിൽ. കരുണയുടെ വാതിലോ? പ്രേസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ പലരും ചില പള്ളികളുടെ മുമ്പിൽ ഈ വാതിൽ വളരെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും അറിയോ? കരുണയുടെ വർഷമല്ലേ? അതെ, കരുണയുടെ വർഷമാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് അത് തന്നെയാണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാം, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിനായി ഇന്ന് നമ്മളെ സഹായിക്കാൻ എത്തുന്നത് ഒരു അങ്കിളാണ്. അങ്കിളുടെ പേര് സുനിൽ. അങ്കിൾ ഏഞ്ചൽസ് ആർമി മാഗസിൻ്റെ എഡിറ്ററുമാണ്. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചോ. നമുക്ക് വചനവും സുകൃജപം ഏറ്റു പറഞ്ഞിട്ട് ചോദിക്കാൻ പോവാം. ഇന്നത്തെ വചനം ഇതാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഓക്കെ, ഇനി സുഖജപം. ഈശോയെ, അങ്ങയുടെ കരുണ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അങ്ങയുടെ കരുണ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എന്താണ് കരുണയുടെ വാതിൽ? കരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് കരുണയുടെ വാതിൽ എന്നറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, 2015 ഡിസംബർ 8-ാം തീയതി അന്ന് അമലുൽഫ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അന്നാണ് പരിശുദ്ധ പിതാവ് ആഗോള കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ രൂപതകളിലും രൂപത അധ്യക്ഷന്മാർ, മെത്രാന്മാർ അതാത് കത്തീഡ്രലിൻ്റെ പ്രധാന കവാടം തുറന്നുകൊണ്ട് രൂപതയിൽ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചു. ഈ സമയത്ത് തന്നെ എല്ലാ രൂപതകളിലും കുറേ അധികം ദേവാലയങ്ങളെ കരുണയുടെ പ്രത്യേക കവാടമായിട്ട് ബിഷപ്പ് പ്രഖ്യാപിച്ചു. നിങ്ങൾ കേട്ട് കാണും, നിങ്ങളുടെ രൂപതകളിലെ ചില പള്ളികളെ അങ്ങനെ പ്രഖ്യാപിച്ചതായിട്ട് കേട്ട് കാണും അല്ലേ? ഇനി ഈ പള്ളികളുടെ പ്രത്യേകത എന്താണ്? ഈ പള്ളികളിൽ പ്രാർത്ഥനാപൂർവം സന്ദർശിക്കുന്ന കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് പ്രത്യേകമായ ദണ്ഡവിമോചനം പ്രാപിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദണ്ഡവിമോചനം അതെന്താ? ദണ്ഡവിമോചനത്തെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ നമ്മൾ ആ മുറിവിൽ മരുന്ന് വയ്ക്കും. അല്പ ദിവസം കഴിയുമ്പോൾ മുറിവ് ഉണങ്ങും. എന്നാൽ ഈ മുറിവിൻ്റെ പാട് നമ്മുടെ ബോഡിയിൽ അവശേഷിക്കും, ശരിയല്ലേ? ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഈ പാടുകൾ കുറച്ച് കഴിയുമ്പോഴങ്ങ് മാഞ്ഞു പോവും. ചില പാടുകൾ മായാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. നമ്മളൊരു പാപം ചെയ്യുമ്പോഴും ഇതേപോലെയാണ് സംഭവിക്കുക. പാപം ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഈശോയുടെ വലിയ സ്നേഹത്തിനെതിരായിട്ട്, ദൈവത്തിനെതിരായിട്ട് തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സത്യമായിട്ട് നമ്മൾ നിത്യശിക്ഷാവിധിക്ക് അർഹരാകുക ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കരുണയുള്ള ദൈവം എന്ത് ചെയ്തു? കുമ്പസാരം എന്ന കൂദാശ നമുക്ക് നൽകി. അപ്പം നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ നിത്യനാശത്തിൽ പെടാതെ നമ്മൾ രക്ഷപ്പെടും. അതായത് മുറിവ് ഉണങ്ങും, മനസ്സിലായോ? പക്ഷേ ആ പാടവിടെ ശേഷിക്കും. ഇനി പാടുമായാൽ എന്ത് ചെയ്യും? കുമ്പസാരിച്ചത് കൊണ്ട് മാത്രം ഈ പാപത്തിൻ്റെ കറ മാഞ്ഞു പോകുന്നില്ല. അതിന് നമ്മൾ നിരന്തരമായ പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ ഇതെല്ലാം നടത്തി കഴിയുമ്പോൾ സാവകാശമാണ് ഈ പാപത്തിൻ്റെ കറ നമ്മിൽ നിന്നും മായുന്നത്. അതായത് പരുക്കിൻ്റെ ആ പാട് മായുന്നത് പോലെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെയാണ് ദണ്ഡവിമോചനത്തിൻ്റെ പ്രസക്തി വരുന്നത്. നമ്മുടെ ദൈവം എത്രയോ കരുണയുള്ള ദൈവമാണ്. ഈ കരുണയുടെ വർഷത്തിൽ പരിശുദ്ധ പിതാവിലൂടെ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്, ഈ പ്രഖ്യാപിക്കപ്പെട്ട ചില പള്ളികളിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കടന്നു ചെല്ലുകയും അവിടെ നമ്മൾ സന്ദർശിക്കുകയും ചെയ്യുമ്പോൾ ഈ പാപത്തിൻ്റെ കറയുണ്ടല്ലോ, ഈ കറ മാഞ്ഞു പോകാനായിട്ടുള്ളൊരു വഴിയാണത്. അതായത് നമ്മൾ നാളുകളെടുത്ത് പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുമ്പോഴും മാഞ്ഞു പോകുന്ന ഈ പാപത്തിൻ്റെ കറ ഈ പ്രത്യേക ദേവാലയത്തിൽ നമ്മൾ പോകുന്നത് വഴിയായിട്ട് കറകൾ മാഞ്ഞു പോകുന്നു. അതാണ് ദണ്ഡവിമോചനം. അതായത് നമുക്കിവിടെ ഒരു ഇളവ് ലഭിക്കുന്നു. നമുക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ ചിന്തിക്കും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചു പോയവരെന്ത് ചെയ്യും?
ഇല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ഈ പാപത്തിൻ്റെ കറയോടുകൂടി മരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്കും എന്തുണ്ട്? ആത്മാവിൽ ഈ കറ ശേഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ശുദ്ധീകരണം നടക്കണം, അല്ലേ? മരണശേഷം ഒരു വലിയ ശുദ്ധീകരണമുണ്ട്. ഈ ശുദ്ധീകരണത്തിലൂടെയാണ് ഈ പാപത്തിൻ്റെ കറ മാഞ്ഞു പോകുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഗൗരവം എത്രമാത്രമാണോ അത്രമാത്രം സമയമെടുത്താണ് ഈ പാപത്തിൻ്റെ കറ ഈ ഒരു വേദനയിലൂടെ മാഞ്ഞു പോകുന്നത്. എന്നാൽ നമ്മൾ ആരെങ്കിലും ഈ ദേവാലയത്തിൽ ഈ മരിച്ചുപോയവർക്ക് വേണ്ടി ആ ഒരു നിയോഗം വെച്ചിട്ട് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതേ അനുഗ്രഹം ആർക്ക് കിട്ടും? ഈ മരിച്ചുപോയവർക്കും കിട്ടും. അതായത് അവർക്കും ദണ്ഡവിമോചനം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് ഈ കരുണയുടെ വർഷത്തിൽ ഈ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് ദണ്ഡവിമോചനം. നമ്മൾ ആരും അത് പാഴാക്കി കളയരുത്. നമുക്കെല്ലാവർക്കും പരമാവധി നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഈ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ ഈ കൃപകളെല്ലാം നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ട മരിച്ചുപോയവർക്കും വേണ്ടിയും സ്വന്തമാക്കണം കേട്ടോ. കത്തോലിക്ക സഭ എന്തിനാണ് ഇങ്ങനെ വർഷങ്ങൾ പ്രഖ്യാപിക്കുന്നത്? നല്ലൊരു ചോദ്യമാണത്. നമുക്കറിയാം, ഓരോ വർഷവും കത്തോലിക്ക സഭ ഓരോ വർഷമായിട്ട് പ്രഖ്യാപിക്കാം. നമുക്ക് ഓർമ്മയുണ്ട്, വിശ്വാസ വർഷം, അല്ലേ? സമർപ്പിത വർഷം, കുടുംബ വർഷങ്ങൾ ഓരോ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്താണ് പ്രത്യേകത? നമുക്ക് ഓർമ്മയുണ്ട്, വിശ്വാസ വർഷം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വളരെ അധികമായിട്ട് ചിന്തിച്ചു, ശരിയല്ലേ? നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ചിന്തിച്ചു, നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് ചിന്തിച്ചു, വെല്ലുവിളികൾ ചിന്തിച്ചു, ഇല്ലേ? അതോടൊപ്പം തന്നെ സമർപ്പിത വർഷം, നമ്മുടെ പ്രിയപ്പെട്ട സമർപ്പിതരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ ആ വർഷം ഉപയോഗിച്ചു. കുടുംബവർഷം, കുടുംബത്തിന് നേരിടുന്ന വെല്ലുവിളികൾ, കുടുംബം എങ്ങനെ നമ്മുടെ ഈശോയുടെ കുടുംബം പോലെ ഒരു നല്ല കുടുംബമായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ കത്തോലിക്ക സഭ പ്രഖ്യാപിക്കും നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ആരാണ് പ്രഖ്യാപിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് ഇത്. ദൈവം തന്നെയാണ് ഈ വർഷം പ്രഖ്യാപിക്കുന്നത്. കാരണം എന്താണ്? കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ ആർക്കറിയാം? ദൈവത്തിനറിയാം, നന്നായിട്ടറിയാം. അപ്പോൾ ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് ആ വർഷത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ മാർപ്പാപ്പാമാരോട് പറയുകയും അവർക്കുണ്ടായ പ്രേരണ അനുസരിച്ചാണ് അവർ ഓരോ വർഷവും ഓരോ പ്രത്യേക നിയോഗത്തിനായിട്ട് കാഴ്ചവെക്കുന്നത്. അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കരുണയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. എന്തായിരിക്കും കാരണം? ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് കരുണ വർഷിക്കപ്പെടണം, ധാരാളമായിട്ട് ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ വലിയ കരുണ സ്വന്തമാക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പായിലൂടെ കരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മനസ്സിലായോ? കുട്ടികളായ ഞങ്ങൾക്ക് എങ്ങനെ കരുണ കാണിക്കാൻ സാധിക്കും? വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ പല വിഷയത്തെക്കുറിച്ച് എല്ലാം പറയുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സഭ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞ് 14 പ്രവർത്തികൾ നമുക്ക്, പക്ഷേ നമ്മളതെല്ലാം വായിച്ചു പോകുമ്പോഴും അതിലധികമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ചിന്തിക്കുന്നതിൽ എളുപ്പം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മാതാപിതാക്കൾ മക്കളോട് സ്നേഹിക്കണം, മക്കളോട് കരുണ കാണിക്കണം എന്നൊക്കെ അല്ലേ. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് മാതാപിതാക്കളോട് കരുണ കാണിച്ചുകൂടാ? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ നന്മ പ്രവർത്തികളിൽ ഒരെണ്ണം പറയുന്നത് നമുക്ക് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കളുടെ ചില പ്രവൃത്തികൾ നമുക്ക് വിഷമമുണ്ടാക്കും, ഒരുപക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം, വഴക്ക് പറയുന്നതായിരിക്കാം, നമുക്ക് വേദന ഉണ്ടാക്കും, ഇല്ലേ? ആ വേദന ഉണ്ടാക്കുമ്പോൾ ആ പ്രവൃത്തികളെ നമ്മൾ ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടാറുണ്ട്, അല്ലേ? ചിലപ്പോഴെങ്കിലും നമുക്ക് നല്ല ദേഷ്യം വരും, എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം അതൊരു ചാൻസാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവരോടും കരുണ കാണിക്കാം, അവരുടെ തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചില സ്വഭാവങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവം, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്വഭാവം, ഇപ്പോൾ അപ്പയോ അമ്മയോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആരെങ്കിലും എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരോ വഴക്ക് പറയുന്നവരോ ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമായിരിക്കാം അത്. അപ്പോൾ ഈ കരുണയുടെ വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്വഭാവത്തെ ദൈവത്തോട് കൊടുത്തുകൊണ്ട് അവരോടും നമുക്ക് എന്ത് ചെയ്യാം? കരുണ കാണിക്കാം. നമുക്കറിയാം, ഈ നാളുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും വീടുകളിൽ അപ്പയോ അമ്മയോ ഒന്ന് സങ്കടപ്പെട്ടിരുന്നാൽ മക്കൾക്കത് അറിയാൻ പോലും കഴിയുന്നില്ല, ഇല്ലേ? ശരിയാണോ ഞാൻ പറയുന്നത്? നമ്മുടെ അപ്പയ്ക്കോ അമ്മയ്ക്കോ ഒരു സങ്കടം ഉണ്ടായാൽ നമുക്കത് അറിയാൻ പറ്റണം, ഇല്ലേ? അവരുടെ കണ്ണുകളൊന്ന് നിറഞ്ഞാൽ നമുക്കറിയാൻ പറ്റണം.
അപ്പം നമുക്ക് അവരോട് ഒരു കരുണ കാണിക്കാൻ പറ്റണം, ചോദിക്കാൻ പറ്റണം. അപ്പം എന്ത് പറ്റി, അല്ലെ അമ്മ എന്ത് പറ്റി എന്ന് ചോദിക്കാൻ പറ്റുകയും ആ സമയത്ത് നമുക്കാവും വിധം അവരെ സഹായിക്കാൻ പറ്റും, അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. അപ്പം നമുക്ക് നമ്മുടെ അപ്പയെ അമ്മയെ ആശ്വസിപ്പിക്കാം, അവരെ സഹായിക്കാം, അവരോട് ക്ഷമിക്കാം, കരുണ കാണിക്കാം. തീർന്നില്ല, നമ്മുടെ സ്കൂളുകളിൽ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ലേ ചിലപ്പോഴൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർ കാണും, ചില വിഷയങ്ങൾ പഠിക്കാൻ അറിയാത്തവർ കാണും. ഒരുപക്ഷെ നമുക്കറിയാം ചില പ്രത്യേക വിഷയങ്ങൾ മാത്സ് പ്രയാസമുള്ള എത്രയോ പേരുണ്ട് ക്ലാസ്സുകൾ, ശരിയല്ലേ? പല കുട്ടികളുണ്ട് അവർക്ക് മാത്സ് മാത്രം പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. അപ്പോൾ മാർക്സ് കുറയുമ്പോഴൊക്കെ എല്ലാവരും ഇവിടെ കളിയാക്കാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കരുണയുടെ വർഷം അവരോട് നമുക്ക് എങ്ങനെ കരുണ കാണിക്കാൻ പറ്റും? നമുക്കറിയാവുന്നതുപോലെ അവരെ സഹായിക്കാം അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കാം, അവരോട് പറയാം സാരമില്ല, വിഷമിക്കേണ്ട, ദൈവം സഹായിക്കും, ഞാനും നിങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അവരോട് എന്ത് ചെയ്യുന്നു? കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്നവരോട് നമ്മൾ ചെന്ന് വിശേഷങ്ങൾ തിരക്കുക, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കരുണ കാണിക്കുക. അപ്പം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, വീട്ടിൽ, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചെറിയ ചെറിയ പ്രവൃത്തികൾ മതി. ഈശോ കണ്ടതുപോലെ കാണുമ്പോൾ ഈശോ എല്ലാവരെയും കരുണയോട് നോക്കിയെന്നല്ലേ നമ്മൾ വചനം വായിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ കരുണയുടെ വർഷത്തിൽ നമുക്കും ഈശോയെപ്പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് എന്ത് ചെയ്യാം? കരുണ കാണിക്കാം, അവരോട് സ്നേഹിക്കാം, നമുക്ക് ആവുമിതം അവരെ സഹായിക്കാം. ചെറിയ ചെറിയ പ്രവൃത്തികൾ വഴി നമുക്കും കരുണ കാണിക്കാം. പിന്നെ മറന്നു പോകരുത്, പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇപ്രാവശ്യം പ്രത്യേകം കേട്ടത് കരുണയുടെ കവാടങ്ങളെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇടവകളിൽ, നമ്മുടെ രൂപതകളിൽ കരുണയുടെ പ്രത്യേക കവാടങ്ങളായിട്ട് നമ്മുടെ ബിഷപ്പ് പ്രഖ്യാപിച്ച ദേവാലയങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പയോടും അമ്മയോടും പറയണം, എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പോകണം. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരും, വെറുതെ പോയി അങ്ങ് പ്രാർത്ഥിച്ചാൽ നമുക്ക് കരുണ കിട്ടുമോ? ഈ പോയി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കരുണ കിട്ടുമോ? അങ്ങനെയല്ല, നമ്മൾ വെറുതെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടായില്ല, ഒരുക്കം വേണം, ശരിയല്ലേ? അപ്പോൾ എങ്ങനെ ഒരുങ്ങണമെന്നാണ് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. സഭ പറയുന്നത് എങ്ങനെയാണ്? ഈ ദേവാലയങ്ങൾ, കരുണയുടെ കവാടമായിട്ട് സഭ പ്രഖ്യാപിച്ച ദേവാലയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ചവരാണെങ്കിൽ എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം, ദിവ്യകാരുണ്യം സ്വീകരിക്കണം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി മാത്രമല്ല, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവേ, നന്മ പറഞ്ഞ പറയമേ, ത്രിത്വസ്തുതി, ഇതെല്ലാം ചൊല്ലി പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഇങ്ങനെ ഒരുക്കത്തോടു കൂടി നമ്മൾ ആ സ്ഥലം, ആ ദേവാലയം സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ദണ്ഡവിമോചനം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഈ വർഷം പരമാവധി കൃപകൾ നമ്മൾ സ്വീകരിക്കണം. എന്ത് പറയുന്നു? സമ്മതിച്ചോ? അപ്പയോടും അമ്മയോടും പറയണം, ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. സ്വർഗം തുറന്ന് ധാരാളമായിട്ട് കരുണയും കൃപയും വർഷിക്കുന്ന സമയമാണിത്. അപ്പോൾ അത് പാഴാക്കരുത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനോടും പറയണം. ആരും ഈ ചാൻസ് പാഴാക്കരുത്. നമ്മൾ ഈ തീർത്ഥാടനത്തിന് പോകും, നമ്മളിപ്പം ടൂറിനൊക്കെ പോകുന്നുണ്ട്, അതിലധികമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഓരോ ഇതുപോലുള്ള പള്ളികളെ സന്ദർശിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും കൃപകൾ സ്വീകരിക്കണം, ദണ്ഡവിമോചനം സ്വീകരിക്കണം. അങ്ങനെ ഈശോ നൽകുന്ന രക്ഷ സൗജന്യമായിട്ട് നമ്മൾ സ്വീകരിക്കണം. എന്ത് പറയുന്നു? ഫ്രണ്ട്സോടും പറയുമോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഈശോയുടെ സൗജന്യമായ ഈ കൃപ, ഈ കരുണ സ്വീകരിച്ചുകൊണ്ട് പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമുക്കും കരുണ കാണിക്കാം. നമ്മുടെ പ്രവൃത്തി കണ്ട് വേണം അനേകർ ദൈവത്തെ അറിയാൻ. അപ്പം നമ്മൾ കരുണയുള്ളവരാകുമ്പം അനേകർക്ക് അത്ഭുതം ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഇങ്ങനെ സ്നേഹിക്കാൻ, ഇങ്ങനെ കരുണ കാണിക്കാൻ? അപ്പോൾ പറയണം, ഇത് ഞങ്ങളുടെ സ്വഭാവമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ഈ കരുണയുടെ സ്വഭാവം ദൈവം ഞങ്ങൾക്ക് നൽകിയതാണ്. നിങ്ങൾക്കും ഇതുപോലെ കരുണ കാണിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ, ഈശോയോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. അങ്ങനെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണെന്ന് എല്ലാവരും അറിയട്ടെ. റെഡിയാണോ? ഗുഡ്. ദൈവത്തിന് നമ്മളോട് എന്തൊരു സ്നേഹമാണല്ലേ. നമ്മളോട് കരുണ കാണിക്കാൻ, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം ചെയ്തു തരുന്നത് അല്ലേ. അപ്പോൾ ഇതായാലും ആ സന്തോഷത്തിൽ നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ ഇന്നത്തെ വചനം ഏറ്റു പറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഓക്കെ, സുഹൃജപം. ഈശോയെ അങ്ങയുടെ കരുണ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ.
നല്ല അടിപൊളി ആക്ഷൻ സോങ് ആയിരുന്നു അല്ലേ? അപ്പോൾ അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ ഇന്ന് ഏത് വിശുദ്ധൻ്റെ കഥയാണ് പറഞ്ഞതെന്ന് നമുക്ക് അമ്മാമ്മയുടെ അടുത്ത് തന്നെ പോയി നോക്കാം. വചനം സുഖർച്ചപ്പോൾ ഏറ്റുപറയാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഓക്കെ, ഇനി സുഖർച്ചപ്പം. ഈശോയെ അങ്ങയുടെ കരുണ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധ ജോൺ ബെർക്കുമെൻസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വിശുദ്ധൻ അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനാണ്. വളരെ ചെറുപ്പത്തിലേ തന്നെ നല്ല ദൈവഭക്തിയിലാണ് വളർന്നു വന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ഇപ്പം നന്നായിട്ട് പഠിക്കും, നല്ല സൽസ്വഭാവം, ഇതാണ് ഇവൻ്റെ മുതൽക്കൂട്ട്. പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നിവർത്തിയില്ലെങ്കിലും ഒരു നല്ലൊരു സ്കൂളിൽ കൊണ്ടുപോയി, കത്തീഡ്രൽ ദേവാലയത്തോടടുത്തുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തപ്പൻ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈസ്കൂളിലേക്ക് കയറി. അപ്പോൾ അപ്പന് പിന്നെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. അപ്പൻ പറഞ്ഞ്, മോനെ ഇവിടം വരെ നീ പഠിച്ചില്ലേ, ഇനി പഠനം നിർത്തി ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വളരെ സങ്കടത്തോടുകൂടി അപ്പനോട് പറഞ്ഞ്, അപ്പ എനിക്കൊരു വൈദികനാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പഠിത്തത്തിൽ ഒഴുകിയത്. എനിക്കൊരു വൈദികനായി ഒരു വിശുദ്ധനായി ജീവിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി അപ്പനൊന്നും ചെയ്യണ്ട, ഞാൻ വെറും വെള്ളവും റൊട്ടിയും കൊണ്ട് ജീവിച്ചോളാം, അതിൽ ഞാൻ സംതൃപ്തിപ്പെട്ടോളാം, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പന് ഭയങ്കര സങ്കടമായി. എങ്ങനെയെങ്കിലും പഠിപ്പിക്കാനായിട്ടുള്ള തീവ്ര യത്നമായിരുന്നു പിന്നെ അപ്പൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ കത്തീഡ്രലിലെ വൈദികൻ ഇവനെ ഭയങ്കര ഇഷ്ടമായി. അവനെ എങ്ങനെയോ പരിചയപ്പെട്ട് അവനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വൈദികൻ പറഞ്ഞ്, നീ എൻ്റെ കൂടെ നിന്നോ. അങ്ങനെ അവിടെ നിന്ന് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അവൻ പഠിത്തത്തിൽ മുന്നേറി. പഠിത്തത്തിൽ മുന്നേറിയതോടുകൂടി അവൻ്റെ സ്വഭാവം കുറച്ചുകൂടി നന്നായി. അതിന് വൈദികനാകാനുള്ള ശ്രമത്തിൽ ഒരാശ്രമത്തിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വൈദിക പഠനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവനൊരു അസുഖം വന്ന്. അസുഖം ഇത്തിരി കൂടുതലായിരുന്നു, കലശലായിരുന്നു. അപ്പോൾ ഇവൻ വിചാരിച്ച് എനിക്ക് സമയമായെന്ന് തോന്നണം. അപ്പോൾ ഇവൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. അതെങ്ങനെ, അവിടെ ഒരു വലിയൊരു ഇടവകയാണ് അത്. അപ്പോൾ അവിടെ 2-3 കുർബാനയൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. ഇവൻ 2 കുർബാനയ്ക്കെങ്കിലും അൾത്താര ശുശ്രൂഷ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ അച്ഛനും ഭയങ്കര ഇഷ്ടമായത്. അതിനിടക്കാണ് ഈ അസുഖം വന്നത്. അസുഖം വന്നതോടുകൂടി അവൻ്റെ പഠിത്തം നിർത്തേണ്ടി വന്ന് അവൻ പിന്നെ സ്വർഗഭവനത്തിലെത്താനുള്ള ശ്രമത്തിലായി. പിന്നെ നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമവും അതുപോലെ തന്നെ പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് എന്തെല്ലാം തരത്തിൽ വിശുദ്ധീകരിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് അവൻ സ്വയം ചെറുതായിക്കൊണ്ട് ഒരുപാട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറി. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അസുഖം കൂടി അവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. മരിക്കുന്നതിന് മുൻപ് അവൻ നിയമപുസ്തകവും അതുപോലെ തന്നെ ജപമാല ഇതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് എന്നും മാതാവിനോട് കൂടുതൽ ഭക്തിയായിരുന്നു. മാതാവിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ടാണ് അവൻ മരിച്ചത്. കേരളത്തിൽ കൃഷി ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നമുക്ക് ധാരാളം വെള്ളമുണ്ട്, വളമുള്ള മണ്ണുണ്ട്, കാലാവസ്ഥയും അനുകൂലമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ തീരുമാനം എടുത്താലോ? നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി.
നമുക്ക് അവർക്കൊരു ചെറിയ ഐഡിയ കൊടുക്കാം, നമുക്കിങ്ങനെ ചെയ്താലോ എന്ന്. ചെയ്യോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡൗട്ട്സ് ഒക്കെ ക്ലിയറായി. എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ വചനവും സുഖിച്ചപ്പം ഏറ്റുപറയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യം. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ഓക്കെ, സുഹൃജപം. ഈശോയെ അങ്ങയുടെ കരുണ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.